ഇന്ന് സലാലെത്തിയ ശേഷം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സലാലയിലെ ഒരു ബീച്ച് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നതിൻ്റെ ചെറിയൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, ഉറങ്ങി തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരെ ബീച്ചിലേക്ക് പോയിട്ട് അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ്. Two special kids. I hold 3 more guys here, right? One is Mr. Aslam, one of our driver. Okay. One more person is Mr. Sing a song for us or tell a joke, whatever it is, no problem. I think I heard someone saying here, there's, വൈകുന്നേരം ഏകദേശം 5:50 ഞങ്ങൾ മുഗൈസൽ ബീച്ചിൻ്റെ സമീപത്തെത്തിയത്. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ച കാലാവസ്ഥ ആയിരുന്നില്ലെങ്കിലും ഞങ്ങൾ അതൊക്കെ പിന്തുടർന്ന് നമ്മുടെ മുഗൈസൽ ബീച്ചും അതുപോലെ അൽ മർനീഫ് കേവൊക്കെ കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഈ 3 സ്പോട്ടുകൾ നമുക്ക് അവിടെ നിന്ന് കാണാം. അൽ മർനീഫ് കേവ്, മനോഹരമായ മറ്റൊരു ബീച്ച്, ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് കാണാം. കടലിൽ നിന്ന് വരെ തിരമാലകൾ, വലിയ വലിയ ഗുഹകളുടെ ഉള്ളിലൂടെ കയറി മുകളിലേക്ക് എൻ്റെ ആവി പറക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 3 ഇതൊന്നും കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഒരു കാലം കുറച്ച് നടന്ന് താഴത്തേക്ക് വേണം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ നനയാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് കാണാം, അതുപോലെ വീഡിയോ എടുക്കാം. ഇതേപോലെ ആവി പറക്കും അടിയിൽ നിന്ന് വെള്ളം വിടുമ്പോൾ തന്നെ. ഇതിൽ 3 കൂടുതൽ മാത്രമാണ് വളരെ ശക്തമായിട്ടുള്ള ചീറ്റലുണ്ടായത്. അതായത് കടൽ വെള്ളത്തിൻ്റെ ഒരു അത് കണ്ടനുഭവിക്കുന്നതാണ്. ഇതേപോലുള്ള വലിയ വലിയ ബ്ലോ ഹോൾസ് കടന്നു വന്ന് അൽ മർനീഫ് കേവിൻ്റെ ആ ഭാഗം, അവിടെ നിന്നൊക്കെ ഒരുപാട് വെള്ളം താഴത്തേക്ക് വന്ന് ഏകദേശം ഈ അവസ്ഥയിലായിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ഒരു 19 വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് വെള്ളം ഇനി താഴത്തേക്ക് ഇറങ്ങിപ്പോകാം. ഈ ബീച്ചിൻ്റെ മനോഹാരിത ഒന്നുകൂടി കൂടും. അപ്പോൾ ഇതാണ് നമ്മുടെ സലാലയിലെ ഈ 3 സ്പോട്ടിൽ നിന്നുള്ള ഇന്നത്തെ ആദ്യ ദിവസത്തെ കാഴ്ചകൾ. എന്തായാലും വർത്തായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ.